അപ്പോൾ അതിനേക്കാളൊക്കെ അപ്പുറം നമ്മൾ നടക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ സാധ്യമാക്കി തന്നതിന് അതിൻ്റെ മുൻപിൽ നിന്ന് ധൈര്യം തന്ന ഒരു വലിയ വ്യക്തി കൂടിയാണ്. നമ്മൾ സിനിമയിലെ തമാശ പറയുന്ന ഒരാൾ എന്നതിനേക്കാൾ ഉപരി ജീവിതത്തെ ഇത്രയേറെ വളരെ പ്രാക്ടിക്കലായിട്ട് അത്രയധികം എക്സ്പീരിയൻസ് ഉള്ള മറ്റൊരാളെ ഞാൻ അടുത്ത് അങ്ങനെ പരിചയപ്പെട്ടിട്ടില്ല. എല്ലാ കാര്യത്തിനും അദ്ദേഹത്തിന് സൊല്യൂഷൻസ് ഉണ്ടായിരുന്നു. ജീവിതത്തെ നിസ്സാരമായി കാണുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചിരികൾ, അദ്ദേഹത്തിൻ്റെ കഥകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഒരിക്കൽ അമ്മയുടെ മീറ്റിംഗ് നടക്കുമ്പോൾ ആ സമയത്ത് നസ്രേട്ടന് സുഖമില്ലാണ്ടായി ഇരിക്കുന്ന സമയം എല്ലാവരും സങ്കടത്തിലാണ്. അവിടെയുള്ള എല്ലാ കലാകാരന്മാരും സങ്കടത്തിൽ തന്നെയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഒരുപാട് പെൺകുട്ടികൾ ഒക്കെ വന്ന് നസ്രേട്ടനെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു. പിന്നെ നസ്രേട്ടൻ എൻ്റെ അടുത്ത് അപ്പം എന്തു പറ്റിയെന്ന് വെച്ചു, ഈ ക്യാൻസർ നേരത്തെ വന്നിരുന്നെങ്കിൽ, കാരണം എന്തോ ഒരു ഉമ്മ എനിക്ക് വെറുതെ പോയി എന്ന് ആ സമയത്തും തമാശയായിട്ടാണ് പുള്ളി എല്ലാത്തിനെയും കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് പുസ്തകങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ്. അതുപോലെ നമ്മൾ 2020 എന്ന് പറഞ്ഞ സിനിമ, അതിൻ്റെ നിർമ്മാണ ചുമതല ഞാൻ ഏറ്റെടുക്കുമ്പോൾ എന്നിട്ട് എൻ്റെ അടുത്ത് മലയാളത്തിലെ പ്രമുഖ സംവിധായകനായ പ്രിയൻ സാറ് പറഞ്ഞത്, നീ ഇന്നസെൻ്റ് വാക്ക് പറഞ്ഞാൽ അത് നടന്നിരിക്കും എന്നുള്ളതാണ്. ഇപ്പം ഇന്നസെൻ്റ് ഏട്ടൻ്റെ ആ ഒരു എന്താ പറയുക, നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ അതിന് ഫുൾ സപ്പോർട്ട് തന്ന് അതിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു വലിയ വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ടുള്ള ബന്ധം, അതിന് ഒരുപാട് കാര്യങ്ങൾ. ഇന്നസെൻ്റിനെ കുറിച്ച് പറഞ്ഞ ഈ കുറച്ച് സമയമൊന്നും പോരാ, അത്ര അധികം സംസാരിക്കാനുണ്ട്. എനിക്ക് മാത്രമല്ല, ഞാൻ ഇന്നലെ വന്ന പോലത്തെ അല്ലെങ്കിൽ കുറച്ച് നാളും മുമ്പ് അദ്ദേഹത്തെ പരിചയപ്പെട്ട, പക്ഷെ അദ്ദേഹത്തെ അതിനേക്കാൾ കൂടുതൽ കണ്ട ആളുകൾ ഒക്കെ ഇവിടെയുണ്ട്. അവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. എന്തായാലും ഇപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ ഇന്നസെൻ്റേട്ടൻ ഒരിക്കലും മരിക്കുന്നില്ല. അദ്ദേഹം എന്ന് നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കും. കാരണം സ്ഥിരമായിട്ട് നമ്മൾ നിത്യജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങളിലൂടെ നമ്മൾ ഇപ്പോഴും ഇന്നസെൻ്റേട്ടിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്.